ഹായ്, ഇന്ന് നമുക്കൊരു കിടിലൻ ജാപ്പനീസ് മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമയെ പരിചയപ്പെടാം. എംസോൺ പരിഭാഷ നടത്തിയിട്ടുള്ള ഒരു ചിത്രമാണ്. പരിഭാഷ നമ്പർ എന്നുള്ളത് 3392 എന്നുള്ളതാണ്. പരിഭാഷകന്റെ പേര് എന്നുള്ളത് വിഷ്ണു പ്രസാദ് എന്നുള്ളതാണ്. ഓക്കെ, സിനിമയുടെ പേര് എന്നുള്ളത് മോൺസ്റ്റർ എന്നാണ്. ചിത്രം 2023 പുറത്തിറങ്ങിയിട്ടുള്ളത്. സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിനിമയുടെ കഥ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ചിത്രത്തിൽ ഒരു അമ്മ ക്യാരക്ടർ. അമ്മ ഒരു സിംഗിൾ മദറാണ്. ഹസ്ബൻഡൊക്കെ മരിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ല. അപ്പം തൻ്റെ മകൻ 5ാം ക്ലാസ്സിലാണ്. അവനിങ്ങനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ അമ്മയുടെ മകന് എന്തൊക്കെയോ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കുകയാണ്. എന്തൊക്കെയോ അവൻ്റെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്നത് ഇവൻ്റെ ക്ലാസ്സിലെ ഒരു ടീച്ചർ ഇവനോട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇവൻ്റെ ഈ ഒരു സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ എന്താണ് നടന്നതെന്ന് പ്രേക്ഷകരെ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. അതെങ്ങനെയാണ് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആളുകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഓരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൂടെ കാണിച്ചു തരുന്ന ഒരു സെറ്റപ്പിലാണ്. അല്ലെങ്കിൽ റോഷന്മാൻ എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ശൈലിയിൽ കഥ പറയുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ ഒരു കുട്ടിക്ക് ടീച്ചറുടെ ഭാഗത്തു നിന്നും ഒരു അപമര്യാദയായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നേരിടേണ്ടി വരികയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് അമ്മയുടെ കാഴ്ചപ്പാടിലൂടെയും ആ ഒരു അധ്യാപകൻ്റെ കാഴ്ചപ്പാടിലൂടെയും ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയും നമ്മളെ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ പറ്റി കേട്ടോ ആദ്യമേ പറയേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ഒരു സ്ക്രീൻ പ്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു സിനിമയിലൂടെ എന്നുള്ളതാണ് വസ്തുത. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അത് വ്യത്യസ്ത ആംഗിളിൽ നിന്നുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് കാണിച്ചു തരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ആംഗിളിൽ നിന്നും അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണിച്ചു തരുമ്പോഴത്തേക്കും ഈ ഒരു സെയിം സ്റ്റോറി പല എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഓക്കെ, ഒരാളുടെ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴത്തേക്കും ഇന്നതാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ആളുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ അടുത്ത ആളുടെ കാഴ്ചപ്പാടിൽ കാണിക്കുമ്പോഴത്തേക്കും അതിലും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ആ റൈറ്റിംഗ് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ആ തിരക്കഥയെ പറ്റി തന്നെയാണ് ആദ്യമേ എന്ന് പറയേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ ലൈൻ എടുത്തിട്ട് തന്നെയാണ് മൊത്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷേ നീറ്റായിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമയിലെ പ്രകടനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, ഗംഭീരമായിട്ടുള്ള കുറേ പ്രകടനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും. എസ്പെഷ്യലി പറയേണ്ടതേ, എനിക്ക് ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ തോന്നുന്നത് നമ്മുടെ ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അമ്മ മകൻ എന്ന് പറഞ്ഞു, ഈ കുട്ടിയുടെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ട് ഒരു പയ്യൻ എത്തുന്നുണ്ട്. അവൻ ത്രൂ ഔട്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ മെയിനായിട്ട് സിനിമ പയ്യെ പറഞ്ഞു പോകും. ആ പയ്യനെന്നുള്ളത് എനിക്ക് അവൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല, ജാപ്പനീസ് പേരാണല്ലോ, പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. എന്തായാലും ആ കുട്ടിയെ നിങ്ങൾ മറക്കില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യും. അമ്മാതിരി കിടു പെർഫോമൻസ്. അവനെ കാണുമ്പോൾ എനിക്ക് എന്നാന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക ഒരു ഫീലാണ് അവനെ കാണുമ്പോൾ. അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ആകട്ടെ അല്ലെങ്കിൽ ആ ക്യൂട്ടായിട്ടുള്ള മുഖമാകട്ടെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലായിരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് ആ ഒരു കഥാപാത്രം എന്നുള്ളത്. നല്ല രസമായിട്ട് തോന്നി. അതുപോലെ അമ്മ ക്യാരക്ടറാകട്ടെ, അധ്യാപകനാകട്ടെ, അല്ലെങ്കിൽ ഈ ഒരു അമ്മയുടെ മകനാകട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ക്ലാസ്മേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞു ബാലനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ മേഖലയും അത്യാവശ്യം നീറ്റായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി പറയുന്നത് ഇതിൻ്റെ ആ മ്യൂസിക് വർക്ക് ആകട്ടെ, സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്തിൽ നിന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. അത് ടെക്നിക്കലിയും നല്ല ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ചിത്രം തന്നെയാണ്. ഓവറോൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ കാഴ്ചയിൽ നിങ്ങൾക്ക് ഇതൊരു സിമ്പിൾ എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടിൽ ഒരു ഇൻസിഡൻറ്റ് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആശയക്കുഴപ്പങ്ങളൊക്കെ മേ ബി വന്നേക്കാം. നിങ്ങൾ കുറച്ച് സൂക്ഷ്മമായിട്ട് ഇഴുകിച്ചേർന്നിരുന്ന് കാണണം. ഞാൻ ഇത് പറഞ്ഞതിനുള്ള ഉദ്ദേശം എന്നുള്ളത്, നിങ്ങൾ ചുമ്മാ കാഷ്വലായിട്ട് ചുമ്മാ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഈ ഒരു സിനിമയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഇഷ്ടമൊന്നും തോന്നില്ല. മറിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേർന്നിരിക്കുക, ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം എന്തൊക്കെ കാണിച്ചു പോയി, എനിക്കൊന്നും മനസ്സിലായില്ല എന്നും ചിലപ്പോൾ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായേക്കാം. അതുണ്ടായിരിക്കാനാണ് പറഞ്ഞത്. കൂടുതൽ ഇഴുകിച്ചേരുക, അതാണ് ഈ ഒരു സിനിമയുടെ ബ്യൂട്ടി എന്നുള്ളതും. ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഫിലിം കൂടിയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.